വെൽക്കം ടു സുർമി വേൾഡ്. എല്ലാവർക്കും സുഖം ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉമ്മച്ചിയുടെ റെസിപ്പി കേട്ടോ. നമുക്കിനി ഒന്നും പറയാനില്ല, വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. അതിലൊരു കപ്പ് മൈദ ആഡ് ചെയ്യാം, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 കപ്പ് തൈര്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിലിപ്പോൾ വെള്ളം കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു സ്പൂൺ വെച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി ഇതൊന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതൊന്ന് ശരിയായ രീതിയിൽ റെഡി ആവുകയുള്ളൂ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ചട്ടിയിൽ ഓയിലൊഴിച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിൽ നിന്നും ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാനിവിടെ കൈ കൊണ്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ടും ചെയ്യാം, പക്ഷെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഇതൊന്ന് പൊങ്ങി വരണം. ഇപ്പോൾ ഇതൊന്ന് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇതൊന്ന് ഇളക്കി മറിച്ചിട്ടതിന് ശേഷം നമുക്കൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റാം. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉമ്മച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്കാണ്. അതുപോലെ തന്നെ എനിക്ക് കഴിക്കാനായിട്ട് കൊതിയാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാമല്ലോ. ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കാണണം. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആട്ടോ, സൂപ്പർ, ഒരു രക്ഷയില്ല ഫ്രണ്ട്സാണ്. അടിപൊളി, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചില്ലി സോസിൻ്റെ കൂടെ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ ശരി, ബൈ.